നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ അപകടമായി മാറിയിരിക്കുന്നത് യാതൊരു യോഗ്യതയുമില്ലാത്ത ആർക്കും ജോലിസിനായി രംഗത്ത് വരാം. തട്ടിപ്പും വെട്ടിപ്പുമായി നടന്ന ടീം പിറ്റേ ദിവസം ജോലിസിനാണെന്ന് പറഞ്ഞു വരും. കാരണം എല്ലാ മനുഷ്യനും അവരുടെ ഭാവിയെ കുറിച്ച് ആശങ്കയുണ്ട്. നല്ലത് സംഭവിക്കണം, എന്ത് ചെയ്യണം? സ്വത്തുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് തലയിൽ കയറിയിട്ട് വ്യാജ ജ്യോത്സ്യന്മാരുടെ കെണിയിൽ പെടുകയാണ്. ആരാണ് വ്യാജൻ, ആരാണ് യഥാർത്ഥ ജ്യോത്സ്യൻ എന്ന് തിരിച്ചറിയാൻ ഒരു വഴിയുമില്ല. ജ്യോതിശാസ്ത്രം അനുസരിച്ച് അനാവശ്യമായി ഭാവി പറയാൻ പാടില്ല. ലക്ഷണങ്ങൾ പറയാം, അത് ശാസ്ത്രീയമായി അവതരിപ്പിക്കണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന കള്ള ജ്യോത്സ്യന്മാർ. അത്തരം ഒരുത്തിന് ഈ സൈക്കോ ക്രിമിനലിനോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയും കുട്ടികളും ഇറങ്ങിപ്പോയതിന്റെ ഉത്തരവാദിത്തം നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ്. ഈ തട്ടിപ്പുകാരൻ ജ്യോത്സ്യൻ അറിയാമായിരുന്നിരിക്കാം. സജിത എന്ന് പറയുന്ന തൊട്ടയൽ പക്കത്ത് താമസിക്കുന്ന സ്ത്രീക്ക് നീണ്ട മുടിയുണ്ടെന്ന് അയാൾ പോയപ്പോ കണ്ടു കാണും. സ്വാഭാവികമായും സജിതയാണ് തന്റെ ജീവിതം തകർത്തത് എന്നീ അന്ധവിശ്വാസിയായ സൈക്കോ ക്രിമിനലിന് തോന്നി. സജിതയെ കൊന്നു. സജിതയെ കൊന്നിട്ട് അയാൾ പറഞ്ഞു ഈ കുടുംബം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അയാൾ അറസ്റ്റിലായി, ജയിലിലായി. എന്നിട്ട് അയാൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജാമ്യം കൊടുത്തപ്പോൾ അപ്പൊ ഇയാൾക്ക് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറരുതെന്നായിരുന്നു. കാരണം ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സുധാകരന്റെ കുടുംബം താമസിക്കുന്നത്. പക്ഷെ ഇയാളുടെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടു, ജീവിക്കണ്ടേ, തൊഴിൽ ചെയ്യണ്ടേ, അതിന് ഇളവ് വരണം. കോടതി അതുകൊണ്ട് നെന്മാറ പഞ്ചായത്ത് എന്നാക്കി കൊടുത്തു. കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രോസിക്യൂഷന്റെ ഭാഗത്തെ വീഴ്ച. ഇയാൾക്ക് ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്, ഇയാൾ പോയാൽ അവർക്ക് സുരക്ഷയില്ല എന്ന് പറഞ്ഞ് എതിർക്കണമായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ വേണ്ടതുപോലെ എതിർത്തില്ല. കോടതി അനുമതി കൊടുത്തു. എന്നിട്ടും ഒരു കണ്ടീഷൻ ഉണ്ട്, ഇയാൾ നെന്മാറ പഞ്ചായത്തിൽ കയറരുതെന്ന്. ഇയാൾ 1.5 മാസമായി ഇവരുടെ വീടിനടുത്തുള്ള വീട്ടിൽ വന്ന് താമസം ഉറപ്പിച്ചു. 1.5 മാസമായി ഭീഷണിപ്പെടുത്തുന്നു. പലതവണ സുധാകരനോടും ഈ കുഞ്ഞിനോടും പറഞ്ഞു, നിങ്ങളെ ഞാൻ തട്ടുമെന്ന്. ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതിപ്പെട്ടു. പോലീസ് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ, പ്രത്യേകിച്ച് കൊലക്കേസിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ, പ്രത്യേകിച്ച് കൊലക്കേസിൽ വീണ്ടും ഒരാളുടെ ജീവൻ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ അപ്പോൾ തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിന്റെ പേരിൽ കേസെടുത്ത് ജാമ്യം റദ്ദാക്കണം. അതിന് വകുപ്പുണ്ട്. തമ്മനം ഷാജി കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ജാമ്യം കൊടുത്ത ഏത് കോടതിക്കും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ, പ്രത്യേകിച്ച് സാക്ഷികൾക്ക് ഭീഷണിയായാൽ അറസ്റ്റ് ചെയ്യാം, ജാമ്യം റദ്ദാക്കാം. പോലീസ് ചെയ്യേണ്ടത് അതാണ്. പക്ഷെ പോലീസ് ചെയ്തത് എന്താണ്? ഇവനെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് താക്കീത് നൽകി, ഉപദേശം നൽകി വിട്ടയച്ചു. ഇവൻ പോയി കൊന്നു. ഇവിടെ വീഴ്ച പറ്റിയിരിക്കുന്നത് പോലീസിനാണ്.